അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് നാളെ പത്രസമ്മേളനം നടത്തും. ആ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന് വിരളി കൊണ്ടിരിക്കുകയാണ്. കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ നടത്തുന്നു. പക്ഷേ അതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഭരണം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ 6 വർഷമായി UDF-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ മുന്നേറ്റം കണ്ടുകൊണ്ട് വിരളി പൂണ്ടവർ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം കൈക്കലാക്കുക, അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകൾ, അഴിമതികൾ അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി, ചർച്ച വരാതിരിക്കാൻ വേണ്ടി പ്രാദേശികമായി എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ നിങ്ങൾക്കറിയാൻ സാധിക്കും. തളിപ്പറമ്പ് നഗരസഭ പോലെയുള്ള നന്നായി നടക്കുന്ന നഗരസഭ ഇത്തരം UDF സംവിധാനമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ചർച്ചകൾ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതൊന്നും വിലപ്പോവില്ല. ഇവിടെ പ്രബുദ്ധരായ ജനതയാണ് കേരളത്തിലെ അതുപോലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ. അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഇന്നലെ അദ്ദേഹം LOA കാണിച്ചുകൊണ്ട് ഇവിടെ LOA കൊടുത്തു എന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് LOA കൊടുക്കാനുള്ള ടെൻഡർ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണ്. അതിൽ രണ്ടാമത്തെ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ LOA എഗ്രിമെൻ്റ് വെക്കേണ്ടത് ആഫ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ AS എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായി അത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വായിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ല മനഃപൂർവ്വം മറച്ചു വെച്ചത് കൊണ്ടോ എന്നറിയില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും, അതായത് ക്യാൻസൽ ചെയ്ത ടെൻഡറുമായി ബന്ധപ്പെട്ട അതിൻ്റെ പേപ്പറുകൾ ഹാജരാക്കിക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഒരു വിവരാവകാശം പോലും കൊടുക്കാതെ കണ്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത് കോർപ്പറേഷൻ ഇവിടെ ആലോചിക്കുന്നുണ്ട്. വളരെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാ കഥകൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പല ഉദ്യോഗസ്ഥരും CPM-ൻ്റെ വിനീതദാസന്മാരായിട്ടുണ്ട്. അവരൊക്കെ കണ്ടെത്താനും സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യാനുമുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഒരു വിവരാവകാശവും ഇല്ലാതെ കോർപ്പറേഷൻ ഉത്തരവാദപ്പെട്ട രേഖകൾ എങ്ങനെ കൈമാറുന്നതെന്ന് കൂടി അന്വേഷിക്കേണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവിടെ കോർപ്പറേഷൻ നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത്. പിന്നെ ടെൻഡറുമായി ബന്ധപ്പെട്ട വിഷയം മേയറല്ല ടെൻഡർ വിളിക്കുന്നത്. അതിന് കാര്യങ്ങൾ ടെക്നിക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരാണ് ചെയ്യുന്നത്. അതിൽ പിന്നെ ഡാറ്റ എൻട്രി നടത്തുന്നത് മേയറല്ല, അല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിന് ഞങ്ങൾ ന്യായപരമായ തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുന്നു എന്നതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മേയറുടെ നേതൃത്വത്തിൽ തന്നെ തെറ്റായി ധരിപ്പിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ആളുകൾക്കറിയാം. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത്തരം ബാലിശമായ ഇത്തരം മണ്ടത്തരങ്ങൾക്കെതിരെ നിങ്ങളും പ്രതികരിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ അദ്ദേഹം ആകെ ഒരു തവണയാണ് MP ആയിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്ര വലിയ ആസ്തിയായി എന്നുള്ളതും ഇവിടെ അന്വേഷിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. ഇവിടെ വിജിലൻസ് ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, ഒക്കെ തയ്യാറാവണം എന്ന് മാത്രമാണ് പറയുന്നത്. ബാക്കി നാളെ പറയാമെന്നാണ് പറയുന്നത്. കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. നാളെ പറയും. ഇപ്പോഴും പിണറായി വിജയന്റെ ഓഫീസിലെ സ്റ്റാഫാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറി അല്ല, പിണറായി വിജയന്റെ ഓഫീസിലെ സ്റ്റാഫിനെ പോലെയാണ് പെരുമാറുന്നത്. ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിക്കുക, ഉദ്യോഗസ്ഥന്മാരെ അനർഹമായ കോർപ്പറേഷന്റെ സെക്രട്ടറിമാരെ വിളിപ്പിക്കുക. എന്താണിത്? എങ്ങനെയാണ് അഴിമതി നടത്തുക? ഞാനൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിട്ടികളൊന്നല്ലല്ലോ ഇവിടുത്തെ ജനങ്ങൾ. ഒരു ടെൻഡർ വിളിക്കുന്ന നടപടിക്രമം പൂർത്തിയായിട്ടില്ല. ആ നടപടിക്രമം അതിന് സാങ്ഷൻ കിട്ടിയിട്ടില്ല. അതിലേത് തരത്തിലെ അഴിമതി എന്നുള്ളത് നമുക്കൊന്ന് KK രാഗേഷിനടുത്ത് പഠിക്കണം. നമുക്ക് കാരണം അത് കഴിഞ്ഞ് എന്താണ് അത് പാടാക്കണമല്ലോ. അങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിന് അത് ശീലമുണ്ട്. അതുകൊണ്ടാണ് അതെ KK രാഗേഷ്. മറ്റൊന്ന് പറയാനുള്ളത് ഇത് ബഹുമാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് ചട്ടപ്രകാരം എല്ലാം കൗൺസിൽ നടത്തുന്നതാണ്. അടിയന്തര കൗൺസിലിന് കുറഞ്ഞ സമയം നൽകിക്കൊണ്ട് ചട്ടം 5 പ്രകാരം അധ്യക്ഷന്, അതായത് കോർപ്പറേഷൻ്റെ അധ്യക്ഷന് കൗൺസിൽ നടത്താനുള്ള അധികാരം ഏറ്റവും കുറഞ്ഞ സമയമാണ്. ആ കുറഞ്ഞ സമയം വെച്ചുകൊണ്ട് തന്നെ 24 മണിക്കൂർ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ മീറ്റിംഗ് നടത്തിയിട്ട് വളരെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചു തരികയാണ് ചെയ്തത്. ഇങ്ങനെ ഇവരെ എല്ലാവരും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഇത്തരം കള്ളപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ ധീരമായി വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകും. ശരി. Joyful Juniors
International Preschool and Daycare, where every day is filled with joy, learning and growth. At Joyful Juniors, we follow the innovative Credo curriculum, a child-centric approach that blends play, exploration and structured learning. Our fully air-conditioned classrooms, CCTV access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open. Enroll.